ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ. വേറൊരു കൂട്ടക്ഷരവും വാക്കുകളൊക്കെ നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ടീച്ചർ ആദ്യം വാക്ക് എഴുതാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. യെല്ലോ. യെല്ലോ കളറ്. എന്താണ് യെല്ലോ കളറ്? യെല്ലോ കളർ എന്താ? ഒരു കളറാണല്ലേ, ഒരു നിറമാണ് യെല്ലോ എന്ന് പറഞ്ഞാൽ അല്ലേ. അത് മലയാളത്തിൽ എങ്ങനെയാ പറയാ? യെല്ലോ എന്ന് പറഞ്ഞതിന് മലയാളം എന്താ പറയാ? മഞ്ഞ. എന്താണ്? മഞ്ഞ. മഞ്ഞ എഴുതാൻ അറിയില്ല അല്ലേ? പഠിക്കണ്ടേ? നമ്മള് ഇത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ചാച്ച ജാച്ച ഞ അല്ലേ? പഠിച്ചില്ലേ? ചാച്ച ജാച്ച ഞ. ഇതാണ് ഞ. ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടെ വരും. അപ്പൊ എന്താ? ഞ. എന്താണ്? ഞ. നോക്കിയോളൂ കേട്ടാ. കണ്ടോ? ഇപ്പൊ എന്തായി? ഞ. എന്താണ്? ഞ. ഇത് ഒരുമിച്ച് എഴുതിയേ. മഞ്ഞ. എന്താണ് മഞ്ഞ? യെല്ലോ. യെല്ലോ കളർ. അതാണ് മഞ്ഞ. മലയാളത്തിൽ പറയുന്നതാണ് മഞ്ഞ നിറം. മനസ്സിലായോ? യെല്ലോ കളർ, മഞ്ഞ നിറം. അപ്പൊ ഏത് കൂട്ടക്ഷരമാണ് നമ്മളിന്ന് പഠിച്ചത്? ഏത് കൂട്ടക്ഷരമാണ് പഠിച്ചത്? ഞ. ഉണ്ടാ? ഞ. അപ്പൊ ആദ്യം പഠിച്ച വാക്ക് ഞ. ഉണ്ടോ? അടുത്തത് ഞ്. എന്താണ്? ഞ്. മഞ്ഞ്. എന്താണ് മഞ്ഞ്? സ്നോ. എന്താണ്? സ്നോ അല്ലേ? മഞ്ഞ്. മഞ്ഞ് കണ്ടിട്ടില്ലേ? സ്നോ. അതാണ് മഞ്ഞ്. അടുത്തത് ചെറുതാക്കി എഴുതാം. നോക്കുക. ഞാ ന അം കൂട്ടി വായിക്കുമ്പോ ഞ്ഞാണം. അരഞ്ഞാണം. എന്താണ് അരഞ്ഞാണം എന്ന് പറഞ്ഞ? അരയിൽ കെട്ടുന്നത് അല്ലേ? കുഞ്ഞു വാവകൾക്കൊക്കെ അരയിലിടുന്ന കണ്ടിട്ടില്ലേ? ഇല്ലേ? സ്വർണത്തിന്റെ ഒരു ചെയിൻ ഇങ്ങനെ അരയിലിടുന്ന കണ്ടിട്ടില്ലേ? ഇതാണ് അരഞ്ഞാണം. എന്താണ്? അരഞ്ഞാണം. അടുത്തത് എന്താണ്? ഊഞ്ഞാൽ അല്ലേ? ഊഞ്ഞാൽ ആടാറില്ലേ എല്ലാവരും? ഊഞ്ഞാൽ ആടാറില്ലേ? ഊഞ്ഞാൽ. അടുത്തത് എന്താണ്? മഞ്ഞൾ. മഞ്ഞളില്ലേ കറിയിലേക്ക് ഇടുന്നത്? കണ്ടിട്ടില്ലേ? മഞ്ഞൾ. അടുത്തത് ഉണ്ടോ? എന്താണ്? കഴിഞ്ഞു, തീർന്നു. കിട്ടിയോ? അപ്പൊ എത്ര വാക്കുകൾ പഠിച്ചു? 1 2 3 4 5 6 വാക്കുകൾ പഠിച്ചു. എന്ത്? ഞ എന്ന കൂട്ടക്ഷരം ഉപയോഗിച്ച്. മഞ്ഞ, മഞ്ഞ്, അരഞ്ഞാണം, ഊഞ്ഞാൽ, മഞ്ഞൾ, കഴിഞ്ഞു. ഉണ്ടോ? ഇനി മറക്കരുത്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വായിക്കുക. വായിക്കുന്നതിലൂടെ മാത്രമേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോറി പറയുകയും അത് പഠിക്കുകയും അല്ലെങ്കിൽ അത് വായിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അക്ഷരങ്ങൾ കിട്ടിയത് അല്ലേ? പുതിയ പുതിയ അക്ഷരങ്ങള്, കൂട്ടക്ഷരങ്ങൾ നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ വായനയിലൂടെ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് വായന മുടക്കരുത്. വെറും 15 മിനിറ്റ്, 24 മണിക്കൂർ നമുക്കൊരു ദിവസം കിട്ടുന്നതിൽ 15 മിനിറ്റ് മാത്രം നമ്മളൊന്ന് മലയാളത്തിന് വേണ്ടി സമയം, പഠിക്കാനും സ്കൂളിലെ കാര്യങ്ങൾക്ക് അത് സ്പെൻഡ് ചെയ്തോളൂ. അത് കൂടാതെ ജസ്റ്റ് വായിക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യണം, 15 മിനിറ്റ് മാറ്റി വെക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.